ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനമാണ്. തൻ്റെ ശ്രേഷ്ഠമായ സംസ്കാരത്തിലൂടെ മറ്റുള്ളവരുടെ സംസ്കാരവുമായി യോജിച്ചു പോകുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. നമ്മുടെ സംസ്കാരത്തെ എത്രത്തോളം നമ്മൾ ശ്രേഷ്ഠമാക്കുന്നുവോ അത്രത്തോളം എങ്ങനെയുള്ള സംസ്കാരമുള്ളവരുമായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ചിലരുടെ നേച്ചർ നോക്കിയാൽ സിംഹത്തെ പോലെ ആയിരിക്കും, വളരെ ഗംഭീരതയുടെ രൂപമായിരിക്കും. അവർ വേറിട്ടിരിക്കുന്ന സാക്ഷി സ്ഥിതിയിലൊക്കെ ഇരിക്കാൻ വളരെ അഭ്യാസമുള്ളവരായിരിക്കും. ഒത്തിരി ഇമോഷണൽ ആകാത്തവരായിരിക്കും. ചിലർ നോക്കുകയാണെങ്കിൽ മാനിനെ പോലെ സ്വഭാവമുള്ളവരായിരിക്കും, വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഇമോഷണൽ ആകുന്നവരായിരിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരായിരിക്കും, രമണീയതയുള്ളവരായിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരാളുടെ ഉള്ളിൽ തന്നെ ഇത് രണ്ട് ക്വാളിറ്റിയും ഉണ്ട്, അത് ബാലൻസ്ഡ് ആകുന്നത്, അങ്ങനെയുള്ളവർക്ക് എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ ഈസിയാകും. അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ നോക്കുകയാണെങ്കിൽ സിംഹത്തെയും അല്ലെങ്കിൽ ആന പോലുള്ള മൃഗങ്ങളെയൊക്കെ മെരുക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ രണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്നേഹമുണ്ട്, ഒപ്പം ധൈര്യമുണ്ട്, അതുമായിട്ട് സൗഹൃദത്തിൽ വരാനുള്ള ആ ഊർജ്ജമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലും ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സംസ്കാരം ഒരു വിഷയമായിരിക്കത്തില്ല, നമുക്കെല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ സംസ്കാരത്തെ ശ്രേഷ്ഠമാക്കിയാൽ നമുക്ക് അവരെ പതുക്കെ അവരുടെ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് എനർജിയാണോ കുറവ്, അത് നമ്മളിലൂടെ അവർക്ക് ആ എനർജി ലഭിക്കുമ്പോൾ അവരും നമ്മളുമായിട്ട് സമാനമാകും. അല്ലെ, നമ്മൾ ഭഗവാനുമായിട്ട് അപ്പോൾ സമാനമാകും. ഭഗവാന്റെ നിർദ്ദേശം ഒരേ സമയം നമ്മൾ ഗംഭീരതയുടെ രൂപവും രമണീയതയുടെ രൂപത്തിൻ്റെയും ബാലൻസ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്നിച്ച് പോകുന്ന, ദേവതകളുടെ പോലെ രാസനൃത്തം ചെയ്യുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ എന്നതായിരുന്നു ബാബയുടെ വരദാനം. ഓം ശാന്തി.